ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു അടിപൊളി ദം റൈസിൻ്റെ റെസിപ്പിയാണ്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുക. ഓയിൽ ചൂടായ ശേഷം നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ചെറിയ ജീരകം, 2 ഉണക്കമുളക്, ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച സവാള ചേർക്കണം. സവാളയുടെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഉണ്ടാവും. ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, 1 കപ്പ് ഗ്രീൻ പീസ്, ഒരല്പം ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റണം. ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബിൻ്റെ 1 ക്യൂബിൻ്റെ ഭാഗമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ചെറുതാക്കി ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് റൈസ് ചേർക്കണം. ഞാനിവിടെ 3/4 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ റൈസ് നന്നായി നമ്മളിതിലിട്ടിട്ട് വറുത്തെടുക്കണം. എല്ലാ ജലാംശം കംപ്ലീറ്റ് മാറുന്നത് വരെ വറുത്തെടുക്കണം. റൈസ് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നമ്മൾ മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കുക. പാത്രം മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്ക് തന്നെ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ടാവും. 6 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് റൈസ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പാത്രം വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത ഉണക്കമുളക് ഇതിൽ നിന്ന് മാറ്റണം. അത് പൊട്ടി നമ്മളെ റൈസിൽ മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ നിന്ന് മാറ്റുന്നത്. വെജിറ്റബിൾ ദം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം.